യുണ്ട്. അലീക് ബഷ, മകൻ വിനീത് ശ്രീനിവാസൻ അടക്കമുള്ളവർ ഇപ്പോൾ ഹോസ്പിറ്റലിലെത്തി. ആംബുലൻസിൽ ശ്രീനിവാസനെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. എങ്ങനെയാണ് ക്രമീകരണം? അരുൺ, ഇപ്പോൾ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ശ്രീനിവാസന്റെ ഭൗതികദേഹം ആംബുലൻസിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, കണ്ടനാട വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ വിനീത്. എല്ലാവരും പല സ്ഥലങ്ങളിലായിരുന്നു. അവിടെ നിന്നും വിനീത് ഈ പറഞ്ഞതുപോലെ ആംബുലൻസിലേക്ക് കയറുന്ന ദൃശ്യം നമ്മൾ നേരത്തെ കണ്ടു. നമ്മൾ സാധാരണഗതിയിൽ ഇവരുടെ ഇന്റർവ്യൂകൾ വളരെ വൈറലാവാറുണ്ട്. ശ്രീനിവാസനും രണ്ടു മക്കളും ഇരിക്കുന്ന ഇന്റർവ്യൂകൾ എപ്പോഴും വൈറലാവാറുണ്ട്. കാരണം ആ മനുഷ്യൻ സിനിമയിൽ എങ്ങനെയാണോ സമാനമായ രീതിയിൽ സ്വന്തം കുടുംബത്തെയും സരസമായി വളരെ ലളിതമായി കൈകാര്യം ചെയ്യുന്നതും തമാശകൾ പറയുന്നതുമൊക്കെ കണ്ടേറെ പൊട്ടിച്ചിരിച്ചവരാണ് മലയാളികൾ. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളും. അതായത് പറയുന്നത് കുറിക്കുകൊള്ളുന്ന കാര്യങ്ങളാണെങ്കിലും അത് ഏൽക്കുന്നവർക്ക് പോലും മറുത്ത് ഒന്ന് ദേഷ്യപ്പെടാൻ കഴിയില്ല. കാരണം അത്രയും സരസമായി, അത്രയും തമാശ രൂപേണ ആ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള വല്ലാത്തൊരു കഴിവ് അത് ആ മനുഷ്യനുണ്ടായിരുന്നു. അത് സമാനതകളില്ലാത്തൊരു കഴിവാണ്. മറ്റാരെങ്കിലും പറഞ്ഞാൽ അവിടെ ഒരു ദേഷ്യപ്പെടലോ ഒരു പ്രശ്നമോ അടിയോ ഉണ്ടാകാൻ സാധ്യതയുള്ളിടത്ത് ശ്രീനിവാസൻ നോക്കൂ, മുഖത്ത് നോക്കി ചീത്ത വിളിച്ചാലും ചീത്തവിളി കേൾക്കുന്നയാൾ ചിരിച്ചു പോകുമെന്ന് പറയുന്ന അത്രയും സരസനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ തിരക്കഥകളിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഇന്റർവ്യൂകളിലും എല്ലാം പലയിടങ്ങളിലും നമ്മൾ അത് കണ്ടതാണ്. അദ്ദേഹത്തിന്റെ എതിർപ്പ്, അദ്ദേഹത്തിന്റെ വിയോജിപ്പ് അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അത് രേഖപ്പെടുത്തുന്നത് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. പല സാധാരണ സാമൂഹിക പ്രശ്നങ്ങളും ആ നിലയിൽ തന്നെയായിരുന്നു ശ്രീനിവാസൻ സിനിമകളിലെല്ലാം കടന്നു വന്നിരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിയമപരമായ നൂലാമാലകൾ ചർച്ച ചെയ്യുന്നിടത്തായാലും, നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഗൂർഖയുടെ പ്രതിസന്ധിയിലായാലും, ഒരു അതിസാധാരണക്കാരനായ ഓട്ടോ ഡ്രൈവറുടെ ജീവിത പ്രതിസന്ധികളായാലും എല്ലാ ഇടങ്ങളിലും എത്ര രൂക്ഷമായ വിമർശനങ്ങൾ നടത്തുമ്പോഴും, എത്ര വേദന നിറഞ്ഞ സാഹചര്യങ്ങൾ കാണിക്കുമ്പോഴും അവിടെ ചിരിക്കാനുള്ള എന്തോ ഒന്ന് അവശേഷിപ്പിച്ചിരുന്നു ശ്രീനിവാസൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്നും രാഷ്ട്രീയ വിയോജിപ്പുള്ളവർക്ക് പോലും ശ്രീനിവാസൻ സിനിമകൾ അത് കണ്ട് ചിരി അടക്കി പിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇന്നും ഈ ആക്ഷേപഹാസ്യം എന്ന് മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് ശ്രീനിവാസന്റെ തിരക്കഥകൾ തന്നെയാണ്, ശ്രീനിവാസൻ സിനിമകൾ തന്നെയാണ്, ശ്രീനിവാസൻ അഭിനയിച്ചു വെച്ച രംഗങ്ങളിൽ പലതുമാണ്. അതിൽ പലതരത്തിലുള്ള വിയോജിപ്പ് നമുക്കുള്ളപ്പോഴും നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ചിരിക്കും. നമ്മളുടെ വീടുകളെ, നമ്മുടെ സ്വീകരണ മുറികളെ ഇന്നും കാലാതീതമായി ചിരിപ്പിക്കാൻ ആ സിനിമകൾക്ക്, ആ രംഗങ്ങൾക്ക് കഴിയുന്നു എന്നത് വല്ലാത്തൊരു കാര്യമാണ്. സംവിധായകരെല്ലാം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, മുഴുവൻ സ്ക്രിപ്റ്റ് എഴുതി സെറ്റിലേക്ക് വരുന്ന ആളല്ല ശ്രീനിവാസൻ. ഓരോ രംഗങ്ങൾ കഴിയുമ്പോഴും അടുത്തത് എന്ത് എന്ന് ആലോചിച്ച് അത് എഴുതി കൊണ്ടുവരുമെന്ന്. അതുകൊണ്ട് തന്നെ സംവിധായകരെ സംബന്ധിച്ച് സിനിമ ഏറ്റവും ഒടുവിൽ എന്തായിത്തീരുമെന്ന് തുടക്കത്തിൽ ഒരു ധാരണയും ഉണ്ടാകാറില്ല എന്ന് പല സംവിധായകരും, പ്രഗത്ഭരായ പല സംവിധായകരും ശ്രീനിവാസനെ പറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ചിരിപ്പിക്കാൻ കഴിയും? ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തെ ചിരിപ്പിക്കുന്ന നിലയിൽ എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുമെന്ന ആശങ്ക സംവിധായകർ പ്രകടിപ്പിക്കുമ്പോൾ ഒരു ചിരി മാത്രമായിരിക്കും ശ്രീനിവാസന്റെ മറുപടി. ഒടുക്കം അത് സ്ക്രീനിലേക്ക് എത്തുമ്പോൾ ആ പറഞ്ഞു വെച്ച സംവിധായകനും സിനിമയുടെ അണിയറ പ്രവർത്തകരും തിരശ്ശീലയ്ക്ക് മുന്നിൽ കണ്ടിരിക്കുന്ന കാഴ്ചക്കാരനും ഒരുപോലെ പൊട്ടിച്ചിരിക്കുന്ന സിനിമകളായി, വർക്കുകളായി അവ മാറി എന്നതാണ് മലയാളത്തിൽ ശ്രീനിവാസൻ അവശേഷിപ്പിച്ചു പോയ ശ്രീനിവാസൻ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു ഒബിച്ചറി കൂടി വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കൂടി ഒരു നഷ്ടമാണ് ശ്രീനിവാസന്റെ വിയോഗമുണ്ടാക്കുന്നത് എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ അനുശോചനക്കുറിപ്പ് വന്നിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് വീണ്ടെടുക്കാനാവാത്ത നഷ്ടമാണ് ശ്രീനിവാസന്റെ വേർപാട്. ചലച്ചിത്രത്തിന്റെ സമസ്ത രംഗങ്ങളിലും നായകസ്ഥാനത്തെത്തിയ പ്രതിഭയാണ്. പച്ചമനുഷ്യന്റെ ജീവിതം വെള്ളിത്തിരയിൽ എത്തിക്കുന്നതിലും, ചിരിയിലൂടെ, ചിന്തയിലൂടെ പ്രേക്ഷകനെ താൻ ഇച്ഛിക്കുന്ന ബോധതലങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ഇതുപോലെ വിജയിച്ച ചലച്ചിത്രകാരന്മാർ വേറെ അധികമില്ല. സിനിമയിൽ നിലനിന്നു പോന്ന പല മാമൂലുകളെയും തകർത്തുകൊണ്ടാണ് ശ്രീനിവാസൻ ചുവടുവെച്ചത്. താൻ പ്രകാശിപ്പിക്കുന്ന ആശയം കടുത്ത വിമർശനത്തിന് വിധേയമാകുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ സരസമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കടുത്ത വിയോജിപ്പുള്ളവരും ശ്രീനിവാസനിലെ പ്രതിഭയെ ആദരിച്ചു. മലയാള ചലച്ചിത്ര രംഗത്തെ ആസ്വാദനത്തിലെത്തെ ഭാവാത്മകമാം വിധം മാറ്റുന്നതിന് ശ്രീനിവാസൻ പ്രയത്നിച്ചു. മുഖ്യമന്ത്രി പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കൂടിയൊരു നഷ്ടമാണ് ശ്രീനിവാസന്റെ വിയോഗമുണ്ടാക്കുന്നത്. ഒരഭിമുഖത്തിനായി ഞങ്ങൾ ഒരുമിച്ചിരുന്നതും നർമ്മമധുരമായ സംഭാഷണങ്ങളിലൂടെ അദ്ദേഹം മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചതും ഓർമ്മിപ്പിക്കുന്നു. വ്യക്തിപരമായി ഹൃദ്യമായ അടുപ്പം സൂക്ഷിച്ചിരുന്ന ശ്രീനിവാസൻ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രതീകം കൂടിയായി അനുഭവപ്പെട്ടിട്ടുണ്ട്.